ഹലോ ഗായ്സ്, നമ്മളിന്ന് എന്ത് ചെയ്യാൻ പോവാണ്? നമ്മളിന്ന് ബിരിയാണി വാങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇതാണ് എൻ്റെ വീടിൻ്റെ പേര് കണ്ടായിരുന്നു, ജോനാനിക്സ്. കാണാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല, അതായത് നമ്മൾ ഇന്ന് പോകുന്നത് സ്കൂട്ടിയിലാണ്. ഓക്കെ, സ്കൂട്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് സ്കൂട്ടിയൊക്കെ സെറ്റാക്കി വെക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. ഹെൽമെറ്റൊക്കെ എടുക്കണം, കാരണം കേരളത്തിൽ ലൈക്ക് very rules and regulations, so we need to take helmet, we need to ride safely, otherwise yeah, go safely. നമ്മളിന്ന് വായിച്ചുകൊണ്ട് പോകുന്നത് ഈ ഒരു ഗാഡിയാണ്. ദിസ് ഗാഡി ഈസ് ഗുഡ്. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ആയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ബോറടിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചെയ്യാം. അത് പൈസ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഓർക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിൽ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഒരു ബിരിയാണി വാങ്ങി കഴിച്ചാലോ. വീട്ടിൽ കുറച്ച് ഫുഡുണ്ട്, എന്നിരുന്നാലും ബിരിയാണി വാങ്ങി കഴിക്കാൻ തോന്നി. കേരള ബിരിയാണി പോലത്തെ ബെസ്റ്റ് ബിരിയാണി വേറൊരിടത്തും കിട്ടാൻ ചാൻസ് കുറവാണ്, അതും എൻ്റെ നാട്ടിൽ. ജസ്റ്റ് ജോക്കിംഗ്. So we are going to buy one good biryani from നെയ്യാറ്റിൻകര. So let's go. സോ കള്ളന്മാരുടെ ശല്യം കാരണം ഞാൻ 3 കുത്തിയിട്ടിരിക്കുകയായിരുന്നു, 3 ലച്ചിട്ടിരിക്കുകയായിരുന്നു. സോ എന്നിട്ട് നിങ്ങൾക്കൊക്കെ വേണം ഞാൻ തുറന്നു വേണേൽ നമുക്ക് പുറത്ത് പോകാൻ. സോ അങ്ങനെ നമ്മൾ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലാനിൽ പോവാണ്. നമ്മുടെ ഗാഡി ഇവിടെ ഉണ്ട്. അങ്ങനെ പിള്ളേർ തുറക്കില്ലല്ലോ. ഇനി ഇതാണ് എൻ്റെ വീട്, മനോഹരമായ വീട്. സോ നമ്മൾ പോകാൻ വേണ്ടി പ്ലാനിക്കാണ്. പോകുന്ന ഇടയ്ക്ക് യാത്രാമധ്യേ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റാൻ ചാൻസ് ഇല്ല. ഐ കാൺട്ട് ഷൂട്ട് വീഡിയോ ഡ്യൂറിങ് മൈ traveling time and all because it's very dangerous. Still I used to do that. Now I am not that much sure about that. പിന്നെ എന്താ കീഴൊക്കെ ഇട്ടു ഞാൻ, അതുകൊണ്ട് ഫോൺ പതിയെ ഇതിൻ്റെ അകത്ത് വെക്കുകയാണ് കേട്ടോ. നെയ്യാറ്റിൻകരയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഗിരീഷ് ഹോട്ടലിലോട്ട് പോകാൻ വേണ്ടി പോയപ്പോൾ അവിടെ 2 ബോർഡ് ഇരിക്കുന്നുണ്ട്. ഞാൻ ഗസ് അടിച്ചു ഏതിലാണ് പോകേണ്ടതെന്ന്. പിന്നെ ഞാൻ മനസ്സിലായത് 2 ഒരേ കടയാന്നുള്ളത്. പിന്നെ അവിടെ നിന്നൊരു ബിരിയാണിയും പാസ്സാക്കി ഇതാ തിരിച്ചു പോവാണ്. നമ്മുടെ പ്രശസ്തമായ ശ്രീകൃഷ്ണ സ്വാമി ടെമ്പിൾ. ഓക്കെ, ഇവിടെ കാണാൻ വേണ്ടിയിട്ട് തീർത്ഥാടകരൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. ഇതാണ് നമ്മുടെ സ്വദേശാഭിമാനി പാർക്ക്. നെയ്യാറ്റിൻകര എന്ന് പറയുന്നൊരു സ്ഥലം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് നമ്മുടെ സ്വദേശാഭിമാനിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നട അടച്ചിട്ടിരിക്കുകയാണ്. ടെമ്പിൾ ഈസ് ക്ലോസ് നൗ. ഐ തിങ്ക് ഈവനിങ് ഇറ്റ് വിൽ ബി ഓപ്പൺ. അപ്പോൾ ഈ വഴി എനിക്ക് സുപരിചിതമാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ വഴിയും പിന്നെ എൻ്റെ വീടിൻ്റെ വഴിയുടെ ഷോർട്ട് കട്ട്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ സ്കൂളിൻ്റെ ബാക്ക് സൈഡ്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതയുള്ള വഴിയാണ്. അപ്പോൾ ഈ വഴി കൂടെ ഞാൻ എൻ്റെ സ്കൂളിൻ്റെ സൈഡിൽ കൂടെ കയറി ഒരു ഷോർട്ട് കട്ടിൽ കൂടെ വീട്ടിലോട്ട് പോകാമെന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ സ്കൂളും കാണാം, പറ്റുവാണെങ്കിൽ സ്കൂളിൻ്റെ അകത്തും കയറാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. പണ്ടത്തെ പോലെയൊന്നും ഇല്ല കേട്ടോ, ഒരുപാട് പുരോഗമിച്ചു. ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഇപ്പോൾ ഒരുപാട് പുരോഗമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ സ്കൂളിൻ്റെ ബാക്ക് സൈഡ് കണ്ടു. അവിടെ നമ്മുടെ സ്കൂളിനോട് ചേർന്ന് ഒരു പ്രീ പ്രൈമറി ഒരു നഴ്സറി സ്കൂളുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ LKG UKG ഒക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷേ അവിടെ എല്ലാം ഗേറ്റിട്ട് ക്ലോസ് ചെയ്തിരിക്കാം. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറേ ഓർമ്മകളും കൊണ്ട് ഞാൻ അങ്ങനെ പോകാൻ വേണ്ടി പറ്റുവാണെങ്കിൽ സ്കൂളിലോട്ട് കയറാൻ വേണ്ടി ട്രൈ ചെയ്തു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ദിസ് ഇസ് മൈ ഓൾഡ് സ്കൂൾ, ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നെയ്യാറ്റിൻകര. നൗ ദ ഫുൾ എ പ്ലസ് ലൈക്ക് അത് 90 എബോവ് ഫുൾ എ പ്ലസ് ഉണ്ട്. ഞങ്ങളുടെ കാലത്ത് only 17 people ഗോട്ട് ഫുൾ എ പ്ലസ്. അതിൽ ഒരാളായി പറ്റിക്കൂട്ടിയിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ +2 സമയത്ത് ഈ ഫ്ലക്സ് ബോർഡിലും ഞാൻ ഇരുന്നിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം റൈറ്റ്, അതെല്ലാം മാറി. സ്കൂൾ ഒരുപാട് വലുതായി കേട്ടോ. ഇതോട്ട് പോയിട്ട് വന്നാലും പഴയ സ്കൂൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ലൈക്ക് വെൻ വി വെയർ കിഡ്സ് ഇൻ ദി സ്കൂൾ ഐ കെയിം അറ്റ് 10th സ്റ്റാൻഡേർഡ് ഐ ഗസ്. ആ സമയത്ത് ഭയങ്കര വികസനമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. മാറ്റം എന്താണെന്ന് പറ്റിയത് കാണാൻ അതൊക്കെ ഇവിടെ അറിയില്ല. ഒക്കെ വളർത്തി തുടങ്ങുന്നത്. അയ്യോ, ആൻറ്റിയുടെ പേരെന്താ? സുധ. ആണ്ടാ, ഇതാണ് സുധ ആൻറ്റി. ഒരു ഹായ് കൊടുത്തു. ഹായ്. ഇതുണ്ടായിരുന്ന കട അതിപ്പോൾ മാറ്റി കുറച്ച് ദൂരോട്ടാക്കി. അടുത്തായിരുന്നപ്പോൾ കുറച്ച് ദൂരം നടന്നാക്കി. ഇപ്പോൾ കുറേ ദൂരം നടക്കാം. വലിയ സ്നാക്സ് പ്രതിച്ചയായിട്ടുള്ള ഞാൻ പിന്നെയും സ്നാക്സ് ഒരു വരി കൊണ്ടുപോവുകയാണ് ഗൈസ്. ഞാൻ അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത്. സോ ദിസ് ഈസ് സ്പ്രൈറ്റ്, പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഐറ്റംസ്, പിന്നൊരു ആപ്പിൾ ഫിസ്, പിന്നെന്താണ് പിന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാന ഘടകം ഇത് പൊക്കാൻ വേണ്ടിയിട്ട്. ഷാർജ ഗൈസ്, ഷാർജ ദുബായ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും
ആത്യന്തികമായ ലക്ഷ്യം ബിരിയാണി വാങ്ങലായിരുന്നു. സോ വാട്ട് അ ബിരിയാണി ഓൾസോ. സോ ഇന്നത്തെ വ്ലോഗ് കഴിയാണ് ഗൈസ്. സോ അടുത്ത വ്ലോഗ് കാണുന്നവരെ വീണ്ടും ബൈ ബൈ. അല്ല, അടുത്ത വ്ലോഗ് ഇടാൻ മൂഡ് വരുന്നത് വരെ വീണ്ടും ബൈ ബൈ ഗൈസ്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നീളമുള്ള അരി, ഞാൻ എപ്പോഴും പറയാനുള്ള നീളമുള്ള അരിയുള്ള ബിരിയാണി ഹോട്ടൽ ഗിരികൃഷ്ണൻ ഉണ്ടായിരുന്നു. സോ മുട്ടയുണ്ട്, ചിക്കൻ ഉണ്ട്, ബിരിയാണി ഉണ്ട്, സലാഡ്. നല്ല ഹാപ്പി ആയിട്ടിരിക്കും വാങ്ങാൻ കഴിക്കാൻ വേണ്ടിയിട്ട്. സോ എനിക്ക് ഒരു സങ്കടമുണ്ട്, ഈ കല്യാണ വീടുകളിലൊക്കെ കാണുന്ന പോലെ 240 ഇല്ലല്ലോ എന്നുള്ളത്. ദേഹൻ്റെ കൊടുത്ത് ഷാർജ് ഇരിക്കുന്നുണ്ട്, പക്ഷേ അത് വയ്ക്കും. സോ ഒന്ന് ലാസ്റ്റ് പീസ് വയ്ക്കാനായിട്ട് സോ നൈസ്. എല്ലാവർക്കും നല്ല ഹാപ്പി ആക്കാണെന്ന് വിശ്വസിക്കുന്നു ഞാനിത് കഴിക്കുന്നതിലൂടെ. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഞാൻ ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്.